ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കുള്ള മത്സരം കടുപ്പിച്ചുകൊണ്ട് 26-കാരനായ ഇഷാൻ കിഷൻ ശക്തമായി ഇപ്പോൾ രംഗത്ത് വരികയാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നും വിട്ടുനിന്നതിന്റെ പേരിൽ കുറച്ചു കാലമായി ദേശീയ ടീമിലേക്ക് പരിഗണിക്കപ്പെടാതിരുന്ന ഇഷാൻ ഇപ്പോൾ BCCI സെൻട്രൽ കരാർ തിരികെ ലഭിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വർഷം T20 ലോകകപ്പിൽ ഇന്ത്യയുടെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറായാണ് എത്തുകയെന്ന് ഇത് കണ്ടു തന്നെ അറിയാം. ഏതായാലും ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ തുടങ്ങിയവർക്കൊപ്പം ഇഷാനും മത്സര രംഗത്ത് ഉണ്ടാവുമെന്ന് വ്യക്തമായിരിക്കുകയാണ്. ആഭ്യന്തര ക്രിക്കറ്റിലെയും IPLിലെയും കിടിലൻ പ്രകടനങ്ങളാണ് ഇഷാന്റെ പിൻബലം. T20യിൽ ലഭിച്ച അവസരങ്ങൾ മുതലെടുക്കാൻ പന്തിന് കഴിഞ്ഞിട്ടില്ല. സഞ്ജു ആവട്ടെ സ്ഥിരതയില്ലായ്മ കൊണ്ട് വലയുകയാണ് ഇപ്പോൾ. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിൽ സഞ്ജു 5 മത്സരങ്ങളിൽ നിന്നും നേടിയത് വെറും 51 റൺസ് മാത്രമായിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദിനായി തകർപ്പൻ സെഞ്ചുറി നേടിയാണ് ഇഷാൻ IPLിൽ 2025 സീസണിന് തുടക്കം കുറിച്ചിരുന്നത്. വെറും 45 പന്തിൽ കന്നി IPL സെഞ്ചുറി നേടി ഇഷാൻ ദേശീയ സെലക്ടർമാർക്ക് ശക്തമായ സന്ദേശമാണ് നൽകിയിരുന്നത്. രാജസ്ഥാൻ റോയൽസിനെതിരെ 6 സിക്സറുകളും 11 ബൗണ്ടറികളും ഉൾപ്പെട്ടതാണ് ഇന്നിംഗ്സ്. T20 ഫോർമാറ്റിലെ ഇഷാന്റെ 2-ാം സെഞ്ചുറി കൂടിയായിരുന്നു ഇത്. നേരത്തെ 99 റൺസായിരുന്നു ഇഷാന്റെ IPLിലെ ഉയർന്ന സ്കോർ. ഇഷാൻ ട്രാവിസ് ഹെഡിനെ കൂട്ടുപിടിച്ച് IPLിലെ ഏറ്റവും ഉയർന്ന 2ാമത്തെ ടോട്ടൽ എന്ന റെക്കോർഡും പടുത്തുയർത്തിയിരുന്നു. 2024 തുടക്കത്തിൽ സെൻട്രൽ കരാർ നഷ്ടപ്പെട്ടത് ഇഷാന്റെ കരിയറിൽ വലിയ തിരിച്ചടിയായി. ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാത്തതിനായിരുന്നല്ലായിരുന്നു നടപടി വന്നത്. തുടർന്ന് ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്നതിന് മുമ്പ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇഷാന് മടങ്ങേണ്ടി വന്നു. 2024 IPLിൽ കളിച്ചു. ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരിക എന്ന ലക്ഷ്യത്തോടെ ഇഷാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമാവുകയും ചെയ്തു. മികച്ച ഫോമിലെത്തുകയും ചെയ്തു. 2024-25 ആഭ്യന്തര സീസണിൽ ജാർഖണ്ഡിന്റെ ക്യാപ്റ്റനായി. 7 മത്സരത്തിൽ നിന്നും 45.14 ശരാശരി നേടി അദ്ദേഹം ഒരു സെഞ്ചുറി നേടി. 3 ഫോർമാറ്റുകളിലും ഇഷാന് മികച്ച കരിയർ റെക്കോർഡുകളുണ്ട്. 2 ടെസ്റ്റുകളിലും 27 ഏകദിനങ്ങളിലും 32 T20 മത്സരങ്ങളും കളിച്ചു. ഏകദിനത്തിൽ 42.40 ശരാശരിയിൽ 933 റൺസ് നേടി. T20യിൽ 6 തവണ 50+ സ്കോറുകളും സഹായത്തോടെ 25.67 ശരാശരിയിൽ 796 റൺസ് നേടിയിട്ടുണ്ട്. ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി കുറിച്ച് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ തന്റെ പ്രതിഭ അടയാളപ്പെടുത്തി. കേന്ദ്ര കരാർ തിരികെ നേടാനുള്ള അർഹത തെളിയിച്ച ഇഷാന് IPLിലെ വരാനിരിക്കുന്ന മത്സരങ്ങൾ പ്രധാനമാണ്. ഇന്ത്യയുടെ മുൻനിര വിക്കറ്റ് കീപ്പർമാർ ലഭിച്ച അവസരം മുതലാക്കിയത് ഫലത്തിൽ ഇഷാന് അനുഗ്രഹീതമാവുകയും ചെയ്തു.